അസ്സലാമു അലൈക്കും. ഇന്നലെ നമ്മള് ഉപരിലോകാത്മാക്കളെ കുറിച്ച് പറഞ്ഞു. ഉപരിലോകം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അള്ളാഹുവിന്റെ ആത്മീയ ലോകമാണ്. രണ്ടു തരം ലോകങ്ങളുണ്ട്. ആത്മീയ ലോകമുണ്ട്, അതേപോലെ തന്നെ ഭൗതിക ലോകമുണ്ട്. ആത്മീയ ലോകം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ആത്മാക്കളെ ലോകമാണ്, റൂഹിന്റെ ലോകം, ആലമുൽ അർവാഹ്. ഭൗതിക ലോകം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ജിസ്മിന്റെ ലോകമാണ്. രണ്ട് ലോകങ്ങളുണ്ട്. ആ ലോകത്ത് ജീവിക്കുന്ന വിഹരിക്കുന്ന വർഗങ്ങളുമുണ്ട്, അതേപോലെ തന്നെ ഈ ഭൗമലോകത്ത് സഞ്ചരിക്കുന്ന ജീവിക്കുന്ന വർഗങ്ങളുമുണ്ട്. രണ്ട് ലോകമാണ്. ആത്മലോകത്തിൽ പെട്ട മഖ്ലൂഖീങ്ങൾ ഒരുപാട് എണ്ണുണ്ട്. അറിയപ്പെട്ട നമുക്കറിയാവുന്ന കാര്യങ്ങള് മനുഷ്യന്റെ ആത്മാവും ഹഖീഖത്തും ആ ലോകത്ത് പെട്ടതാണ്. അതേപോലെ തന്നെ മലക്കുകള്, അതേപോലെ വോക്കലീങ്ങളായിട്ടുള്ള സൃഷ്ടികൾ, അതേപോലെ നമുക്കറിയാത്ത പല വർഗങ്ങളും ആ ലോകത്തുണ്ടാവും. ഹൂർലീങ്ങള്, സ്വർഗീയ ബാലന്മാര്, അങ്ങനെ പലതും. എന്നാൽ കാണപ്പെടുന്ന നമ്മൾ ജീവിക്കുന്ന ഈ ലോകത്ത് നമുക്ക് പ്രത്യേകം പറയേണ്ടതില്ല, ഒരുപാട് മഖ്ലൂഖീങ്ങളുണ്ട്. നമ്മൾ എന്തൊരു കാര്യം നോക്കുകയെന്നുണ്ടെങ്കിലും ഈ ഭൂമിയില് അതിന്റെ രൂപമുണ്ട്. ആ രൂപത്തിന്റെ ഉള്ളില് അതിന്റെ ഒരു ആത്മാവ് ഉണ്ടായിരിക്കും, റൂഹുണ്ടായിരിക്കും. കാരണം ഒന്നും സ്വയം നിലനിൽക്കുന്നില്ല. അതിന്റെ ഉള്ളിൽ ഒരു എനർജി ഉണ്ട്, ഒരു ഫോഴ്സ് ഉണ്ട്, അതിനെ നിലനിർത്തുന്ന ഒരു ഹഖീഖത്തുണ്ട്. അതതിന്റെ റൂഹാണ്. ഇപ്പൊ നമ്മള് കല്ലിനെ കുറിച്ച് പറയുകയാണെങ്കിൽ കല്ലിന്റെ ഉള്ളിൽ ഒരു ആത്മാവുണ്ട്. അതിന് റൂഹ് ജമാദി എന്ന് പറയും. അതേപോലെ നമ്മള് സസ്യത്തിനെടുക്കുകയാണെന്നുണ്ടെങ്കിൽ സസ്യത്തിൽ മറ്റൊരു ആത്മാവുണ്ട്, അതിന് റൂഹ് നബാത്തി എന്ന് പറയും. മൃഗങ്ങൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ മൃഗങ്ങളുടെ ഉള്ളില് മൂന്നാമത് വേറെ ടൈപ്പ് ആത്മാവുണ്ട്, അത് റൂഹ് അയവാനി എന്ന് പറയും. ഇത് മൂന്ന് തരം ആത്മാക്കളാണ്. കല്ലിന്റെ ഉള്ളിലുള്ള ആത്മാവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് റൂഹ് ജമാദിയാണ്. അതിന്റെ ഫങ്ഷൻ, റൂഹ് ജമാദിക്ക് ഒരു ഫങ്ഷൻ ഉണ്ട്, ഒരു റോളുണ്ട്. അല്ലാഹു തആല അതിന് കൊടുത്തൊരു ഡ്യൂട്ടി ഉണ്ട്. ആ ഡ്യൂട്ടിയാണ് പല ഘടകങ്ങളെ പരസ്പരം ഒന്നിച്ചു നിർത്തുക. അതിനാവശ്യമായ ഒരു ഫോഴ്സ് ആണത്. നമ്മൾ ആദ്യം പറഞ്ഞ ഘട്ടത്തിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, അല്ലാഹു തആല ലോകം പഠിച്ച സമയത്ത് ആ ലോകത്ത് നിന്ന് ചിന്നിച്ചിദ്രിയ ഭാഗങ്ങള്, പുകപടലം പോലെ ഉണ്ടായ ഭാഗങ്ങളെ ഒരുമിച്ച് നിർത്താൻ വേണ്ടിയിട്ട് അതിലേക്ക് അല്ലാഹു തആല അയച്ചത് ഈ റൂഹിനെയാണ്. കാരണം അവിടെ ആവശ്യം എന്താണ്? പരസ്പരം ബന്ധിപ്പിച്ച് നിർത്തലാണ്. അതിന് ഒരു ആത്മാവ് ആവശ്യമുണ്ട്. അള്ളാഹുവിന്റെ ഭാഗത്തുനിന്നും വരുന്ന ആ ആത്മാവ് എന്തായിരിക്കും? അതിനനുയോജ്യമായിരിക്കും. അതാണ് റൂഹ് ജമാദി എന്ന് പറയുന്നത്. റൂഹ് ജമാദി കല്ലിന്റെ ഉള്ളിലുള്ളതിന്റെ പേരിൽ കല്ലിന്റെ ഉള്ളിലുള്ള പല ഘടകങ്ങളും, അറ്റോമിക് ലെവലിൽ പറയുന്ന വിഷയങ്ങളോ മോളിക്കുലാർ ലെവലിൽ പറയുന്ന വിഷയങ്ങളോ അവയൊക്കെ ഒരുമിച്ച് നിർത്തുന്ന ഒരു ആത്മീയമായിട്ടുള്ള ഒരു സംഗതിയാണ് ഈ ആത്മാവ്. അതാണ് റൂഹ് ജമാദി. അതേപോലെ രണ്ടാമത്തെ ഒരു ലെവലിൽ നിലനിൽക്കുന്ന സസ്യങ്ങള്, വൃക്ഷങ്ങള്, ചെടികള് പോലുള്ള സാധനങ്ങള്, ഇതിന്റെ ഉള്ളിലുള്ള ആത്മാവ് റൂഹ് ജമാദിയാണ്. റൂഹ് നബാത്തിയാണ്. ഈ റൂഹ് നബാത്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അത് വളർച്ചയ്ക്ക് സഹായിക്കുന്ന ആത്മാവാണ്. വളരാന് അല്ലാഹു തആല ഉപയോഗിക്കുന്ന ആത്മാവിന്റെ പേരാണ് റൂഹ് നബാത്തി. വളർച്ച എവിടെയൊക്കെ വേണം അവിടെയൊക്കെ അല്ലാഹു തആല ഈ ആത്മാവിനെ സന്നിവേശിപ്പിക്കും. കാരണം അതിന് അല്ലാഹു തആല പഠിച്ചത് അതിനു വേണ്ടിയിട്ടാണ്. നല്ല നമ്മൾ മനസ്സിലാക്കുന്ന വിഷയങ്ങൾ, ഇതൊക്കെ പിന്നീട് ഉപയോഗത്തിൽ വരുന്ന കാര്യങ്ങളാണ്. അപ്പൊ ഈ ആത്മാവ് സസ്യത്തിലുള്ളതിന്റെ പേര് സസ്യം കല്ലിനെ പോലെ അല്ല. കല്ല് വളരൂല, പക്ഷെ സസ്യം വളരും. വളരാനത് ആവശ്യമാണ്.
എന്നാ സസ്യത്തിന്റെ ഉള്ളിൽ മറ്റൊരു ആത്മാവും കൂടിയുണ്ട്, റൂഹുൽ ജമാദി. കാരണം സസ്യങ്ങളിലും വേണമല്ലോ അതിന്റെ ഉള്ളിലെ പരസ്പര ഘടകങ്ങൾ, പല ഘടകങ്ങൾ ഒരുമിച്ച് നിൽക്കണല്ലോ. അല്ലാഹു തആല ആ കല്ലിലുള്ള ആത്മാവും ചെടിയിലുണ്ട്, അതിനോടുകൂടി ഈ ആത്മാവും കൂടിയുണ്ട്. ഇനി നമ്മള് മൃഗത്തിനെടുക്കാം, ഒരു ജന്തുവിനെടുക്കാം, ഏതൊരു വർഗം ജീവിയാണെങ്കിലും ആ ജീവിയിൽ എന്തുണ്ടാവും? മൂന്നാമത് ടൈപ്പ് ആത്മാവുണ്ട്. അതിന് നമ്മള് ഹയവാനി റൂഹ് എന്ന് പറയും, മൃഗാത്മാവ് എന്ന് പറയാണെങ്കിൽ, അല്ലെങ്കിൽ ജന്തുആത്മാവെന്നോ ജീവാത്മാവെന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ പറയാം മലയാളത്തിൽ. ആ ആത്മാവ് ഇതിന്റെ ഉള്ളില് ഉണ്ടായ കാരണം അത് ചലിക്കാൻ സാധിക്കും. അപ്പൊ ചലനശക്തി കൊടുക്കാനാണ് അല്ലാഹു തആല ഈ മൂന്നാമത് പറഞ്ഞ ആത്മാവിനെ ഉപയോഗപ്പെടുത്തുന്നത്. അപ്പൊ അല്ലാഹു തആല അത്തരം ആത്മാക്കളെ ഒന്നിനെ ചലിപ്പിക്കാൻ വേണ്ടി ഉണ്ടാക്കിയതാണ്. അത് ജന്തുക്കളുണ്ട്. ജന്തുക്കള് അതുണ്ടെങ്കിലും അതോടുകൂടി വളരുന്ന അവസ്ഥയിലാണല്ലോ. ചെറിയ കുട്ടിയായിട്ട് അതിങ്ങനെ വളർന്ന് വെറുതെ വലിയൊരു ജീവിയാവുന്നുണ്ടല്ലോ. ആ വളർച്ചയ്ക്ക് വേണ്ടിയിട്ട് അതിൽ എന്തുണ്ടായിരിക്കണം? റൂഹ് നബാത്യം ഉണ്ടായിരിക്കണം. അതേപോലെ പല ഘടകങ്ങളിൽ അതിലുണ്ടല്ലോ. ചെറിയ ചെറിയ കോശങ്ങള് അതിനെ പരസ്പരം ബന്ധിച്ചു നിർത്തലും അതിന്റെ ഉള്ളിലുള്ള സിസ്റ്റം ബന്ധിച്ചു നിർത്തലൊക്കെ ആവശ്യമാണ്. അപ്പൊ അതിന്റെ ഉള്ളിൽ ആദ്യം പറഞ്ഞ ആത്മാവുണ്ട്, ജമാദി ഉണ്ട്. ജമാദി ഉണ്ടാവും, നബാത്തി ഉണ്ടാവും, ഹയവാനി ഉണ്ടാവും. ഇത് മൂന്നും മനസ്സിലാക്കി വെക്കുക. അപ്പൊ സസ്യങ്ങളിലുള്ളതിനേക്കാളും കൂടുതലാണ് ജന്തുക്കളില്, സസ്യങ്ങളിലുള്ളതിനേക്കാളും കുറവാണ് കല്ലുകളില്. നമ്മള് നേരത്തെ പറഞ്ഞു, ഇന്നലെ പറഞ്ഞ വിഷയം, അല്ലാഹു തആല മനുഷ്യനെ പടച്ച് തന്റെ മുമ്പിൽ കൊണ്ടുവന്ന ആ ലോകത്തിന്റെ പേര് ആലമുൽ അർവാഹ് എന്നാണ്. അർവാഹിന്റെ ലോകമാണത്. പക്ഷെ ശരിക്ക് നമ്മൾ ഈ തൈലീമില് അതൊരു ലോകത്തിന് മാത്രമേ പറയുള്ളൂ. കാണപ്പെടാത്ത ലോകം ഒരുപാട് എണ്ണുണ്ട്. ആ ഒരുപാട് എണ്ണത്തിൽപ്പെട്ട ഒരു ലോകം മാത്രമാണ് ആലമുൽ അർവാഹ് എന്ന് പറയുന്നത്. അതിന്റെ മറ്റൊരു പേരാണ് ജബറൂത്ത് എന്ന് പറയും. അപ്പൊ ലോകങ്ങള് 7 എണ്ണം ഉണ്ട്. ഈ പ്രപഞ്ചം 7 ലെവലായി തിരിച്ചിട്ടുണ്ട് അല്ലാഹു തആല. ഏറ്റവും അടിയിൽ നിന്ന് മുകളിലേക്ക് പോവാന്നുണ്ടെങ്കിൽ നമ്മൾ നാസൂത്ത് എന്ന് പറയും. നാസൂത്തിയായ ലോകം, ഈ കാണപ്പെടുന്ന ലോകം, ജിസ്മിന്റെ ലോകം. അതിന്റെ തൊട്ടു മുകളിലുള്ള ലോകമാണ് മലക്കൂത്തിയ ലോകം, ആലമുൽ മലക്കൂത്ത് എന്ന് പറയും. ആലമുൽ മലക്കൂത്ത് എന്ന് പറഞ്ഞാല് മലക്കുകളുടെ ലോകമാണ്. മലക്കുകള് ജീവിക്കുന്ന, സഞ്ചരിക്കുന്ന, ഇടപെടുന്ന ലോകം. അതിനു മുകളിലാണ് ആലം ജബറൂത്ത് എന്ന് പറയുന്നത്. ജബറൂത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ബർസക്കിയായ ലോകം ഉള്ളത് ആ ലോകത്താണ്. ബർസക്ക്, ഈ ലോകത്തേക്ക് ജനിക്കാനിരിക്കുന്ന ആളുകൾ, ആത്മാക്കൾ ഒരുമിച്ച് കൂടിയ താവളം ആ ലോകത്താണുള്ളത്. അതേപോലെ മറ്റൊരു ഏരിയയിൽ ഈ ലോകത്തിൽ നിന്നും മരണപ്പെട്ട് തിരിച്ചു പോയി താമസിക്കുന്ന ആത്മാക്കളുണ്ട്. അവരുടെ ലോകം അവിടെ തന്നെയുള്ളത്. ഇത് രണ്ടും കൂടി പറയുന്ന പേരാണ് ബർസക്കിയ ലോകം. ബർസക്കിയ ലോകം രണ്ടായി തിരിച്ചിട്ടുണ്ട്. ഒന്ന് ഈ ലോകത്തുനിന്നും പോയ ആത്മാക്കളുള്ള ലോകം, മറ്റൊന്ന് ജനിക്കാനിരിക്കുന്നവരുടെ ആത്മാക്കളുള്ള ലോകം. അതിൽ ഈ ലോകത്തുനിന്നും പോയ ആത്മാക്കൾ രണ്ടായി പിരിയും. കാരണം നല്ലവരും ഉണ്ടാവും, ചീത്തവരും ഉണ്ടാവും. അങ്ങനെ വിജയിച്ചവരും പരാജയപ്പെട്ടവരും. വിജയിച്ചവരുടെ റൂഹ് താമസിക്കുന്ന സ്ഥലമാണ് ഇല്ലീ എന്ന് പറയുന്നത്. അതേപോലെ തന്നെ പരാജിതരുടെ റൂഹ് താമസിക്കുന്ന സ്ഥലമാണ് സിജ്ജീൻ. ഇല്ലി എന്ന് പറഞ്ഞ സ്വർഗത്തിന്റെ ഒരു മാതൃകയാണ്, സ്വർഗത്തിന്റെ ഒരു മോഡലാണ്. സിജ്ജീൻ എന്ന് പറഞ്ഞ നരകത്തിന്റെ മോഡലുമാണ്. ഇത് രണ്ടും നിലനിൽക്കുന്നത് ഈ ബർസക്കിയ ലോകത്താണ്. ബർസക്കിയ ലോകത്ത് ഈ രണ്ടും അതേപോലെ ജനിക്കാനിരിക്കുന്ന ആത്മാക്കളെ ഒരുമിച്ച് കൂടി പറയുന്ന പേരാണ്. ഇത് മൊത്തം നിലനിൽക്കുന്നത് ഈ ജബറൂത്തിയ ലോകത്താണ്. നമ്മളിങ്ങനെ പറഞ്ഞു പോരുമ്പോ 3 പറഞ്ഞ് നാസൂത്ത്, മലക്കൂത്ത്, ജബറൂത്ത്. പിന്നെ അതിന്റെ മുകളിൽ ഒരു അങ്കബൂത്ത് ലോകമുണ്ട്, ആലമുൽ അങ്കബൂത്ത് എന്ന് പറയും. പിന്നെ ലാഹൂത്ത് ഉണ്ട്, ലാഹൂത്ത് ലോകമുണ്ട്. അള്ളാഹുവിന്റെ ദിവ്യമായ ലോകമാണത്. ലാഹൂത്തിന്റെ മേലത്ത് വഹദത്ത് ലോകമുണ്ട്, ആലമുൽ വഹദത്ത് എന്ന് പറയും. മക്കാമുൽ മഹ്മൂദ് എന്നുള്ള റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മക്കാം ഇരിക്കുന്ന ലോകം അവിടെയാണ്. ഈസാ നബി അലൈഹി സ്വലാമിന്റെ കേന്ദ്രം അവിടെ തന്നെയാണ്.
അതിന്റെ മുകളിൽ ഏറ്റവും മുകളിലായിട്ട് ആലമുൽ അഹദിയത്തുണ്ട്. അഹദിയത്തിന്റെ ലോകം അള്ളാഹുവിന്റെ തൗഹീദിന്റെ ലോകമാണ്. അള്ളാഹുവിന്റെ അർശിരിക്കുന്ന ലോകമാണത്. അള്ളാഹു ഇരിക്കുന്നത് അവിടെയാണ്. ഒരു മനുഷ്യനെ അവിടെ എത്തുന്ന, അവിടേക്ക് ബന്ധം സ്ഥാപിച്ചു കഴിഞ്ഞാലാണ് അള്ളാഹുവിനെ കാണുന്ന മക്കാമിലേക്ക് എത്തുന്നത്. നമ്മളിപ്പോ പറഞ്ഞ ലോകങ്ങൾ 7 ലോകങ്ങൾ പറഞ്ഞു, അടിയിൽ നിന്ന് മുകളിലോട്ട്. ഈ 7 ലോകങ്ങളെ പേര് പറയാൻ കാരണമുണ്ട്. മനുഷ്യനോട് ബന്ധപ്പെട്ട ഒരുപാട് വിഷയങ്ങൾ ഇതിനോട് ബന്ധപ്പെട്ട് കിടക്കുകയാണ്. ഞാൻ വിഷയം അടക്കട്ടെ. അള്ളാഹു താല ആദം നബി അലൈഹി ഇസ്ലാമിനെ പടച്ച് ആ ശരീരം മാത്രമായിരുന്ന സമയം, ജിസ്മ മാത്രമായ സമയം, ഇബ്ലീസ് അതിനൊന്ന് ചെക്ക് ചെയ്യാനൊക്കെ പോയിട്ടുണ്ട്. ചെക്ക് ചെയ്ത സമയത്ത് അതിനോടുള്ള ദേഷ്യം കൊണ്ടും അതിനോടുള്ള പക കൊണ്ടും അദ്ദേഹത്തിലേക്ക് തുപ്പിയിട്ടുണ്ട്. ആ തുപ്പൽ ചെന്ന് പതിച്ചത് അദ്ദേഹത്തിന്റെ പൊക്കിളിന്റെ ഭാഗത്താണ്. ആ പൊക്കിളിന്റെ ഭാഗത്ത് തുപ്പൽ ചെന്ന് പതിച്ചപ്പോ ഇബ്ലീസിലുള്ള ഒരു മോശമായ മാലിന്യം അതും കൂടെ അതിലേക്ക് പ്രവേശിച്ചു. ഒരു അണു, ജേമ്. അതാണ് മനുഷ്യനില് തിന്മ ഉണ്ടാവാൻ കാരണം, തിന്മ ഉണ്ടാക്കാൻ കാരണം, അല്ലെങ്കിൽ മനുഷ്യനെ കൊണ്ട് തെറ്റ് ചെയ്യിപ്പിക്കുന്ന ശക്തി. അതിന്റെ പേരാണ് നഫ്സ് എന്ന് പറയുന്നത്. നഫ്സ് എന്ന് പറയുന്ന സംഗതി തസൂഫ് നമ്മൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിലും അതിന്റെ ഹക്കീക്കത്ത് തുടക്കം ഇവിടെ നിന്നാണ്. ഇബ്ലീസ് എന്ന ആദം നബി അലൈഹി സ്വലാമിന്റെ പൊക്കിളിൽ തുപ്പിയ പോലെ ഓരോ മനുഷ്യൻ ജനിക്കുന്ന സമയത്തും ആ മനുഷ്യന്റെ കൂടെ ഇങ്ങനെ ഒരു തുപ്പല്, ഒരു ജേമ് ജനിക്കുന്നുണ്ട്. ആ ജേമ് ഒരു വുജൂദായിട്ട് മാറും ചെയ്യും. ആ വുജൂദായി മാറുന്ന സാധനം ഒരു ജിന്നായിട്ടാണ് മാറുന്നത്. ഒരു സെമൻ, ഒരു നമ്മളെ ഇന്ദ്രിയത്തുള്ളി മനുഷ്യൻ എങ്ങനെ ആവുന്നോ അതേപോലെ ഈ ഇബ്ലീസിന്റെ ജേമ് ഒരു ജിന്നായിത്തീരും. ആ ജിന്ന് മനുഷ്യനിലുണ്ട്. ഓരോ മനുഷ്യനിലും ആ ജിന്നുണ്ട്. അതാണ് മനുഷ്യനെ കൊണ്ട് തെറ്റ് ചെയ്യിപ്പിക്കുന്നത്. നെഗറ്റീവായിട്ടുള്ള കാര്യം മുഴുവൻ തോന്നിപ്പിക്കുന്നതും ചെയ്യിപ്പിക്കുന്നതും ഈ സാധനമാണ് മനുഷ്യന്റെ.